ഡിവൈഎഫ്ഐ സംസ്ഥാന വ്യാപകമായി 240 ബ്ലോക്ക് കേന്ദ്രങ്ങളാണ് ഡിവൈഎഫ്ഐ നടത്തിയ സമരസംഗമം നടത്തുന്നത്. ഇപ്പോൾ PK സരോജ് ചെയ്യുന്നുണ്ട്. വലിയൊരു പ്രതിഷേധമാണ് നിങ്ങൾ ഉയർത്തുന്നത് അല്ലേ? തീർച്ചയായിട്ടും രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം അതിൻ്റെ 78 വർഷം പൂർത്തീകരിക്കുന്ന സന്ദർഭത്തിൽ രാജ്യത്തുടനീളം ഡിവൈഎഫ്ഐ ശക്തമായ സമരത്തിന് കൂടി നേതൃത്വം കൊടുക്കുകയാണ്. ഒരേ സമയത്ത് സ്വാതന്ത്ര്യത്തിൻ്റെ ആഘോഷത്തിൽ പങ്കാളികളാവുന്നതോടൊപ്പം രാജ്യം ഇന്ന് നേരിടുന്ന അതീവ സങ്കീർണമായ വിഷയങ്ങൾ അടിസ്ഥാനപ്പെടുത്തി ചില മുദ്രാവാക്യങ്ങൾ കൂടി മുന്നോട്ട് വയ്ക്കുകയാണ്. ഞങ്ങൾ ഇത്തവണ സ്വാതന്ത്ര്യത്തിൽ മുന്നോട്ട് വെച്ച മുദ്രാവാക്യം ഞങ്ങൾക്ക് വേണം തൊഴിൽ, ഞങ്ങൾക്ക് വേണം മതനിരപേക്ഷ ഇന്ത്യ എന്നുള്ളതാണ്. അപ്പോൾ തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സ്വതന്ത്ര ഇന്ത്യ കണ്ടതിൽ വെച്ച് അതിരൂക്ഷമായ തൊഴിലില്ലായ്മയാണ് ഈ രാജ്യം ഇപ്പോൾ അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പോൾ നരേന്ദ്രമോദി കൊട്ടിഘോഷിച്ച് പ്രഖ്യാപിച്ചിട്ടുള്ള മേക്ക് ഇന്ത്യ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വമ്പിച്ച പരാജയമാണ് എന്നാണ് നമുക്ക് രാജ്യത്തിൻ്റെ 78 വർഷത്തെ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ആഘോഷ പരിപാടികൾക്കിടയിൽ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി കഴിയാം. പാർലമെന്റിൽ വരുന്നു, അയാളെ ഗാന്ധിക്ക് മുകളിൽ പ്രതിഷ്ഠിക്കുന്നു, നെഹ്റുവിന് മുകളിൽ സവർക്കറെ പ്രതിഷ്ഠിക്കുന്നു. ഇത് അപകടമാണ്. നമ്മുടെ രാജ്യത്തെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള നീക്കമാണ് ശക്തമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ രാജ്യം മതരാഷ്ട്രമാവാൻ വേണ്ടി പാടില്ല. രാജ്യത്തിന് പ്രത്യേകിച്ച് ഔദ്യോഗിക മതമില്ല. നമ്മുടെ ഭരണഘടനാ അസംബ്ലിയിൽ വോട്ടിനിട്ട് തള്ളിയിട്ടുള്ള വിഷയങ്ങളാണിതെല്ലാം. അങ്ങനെ ഭരണഘടനാ അസംബ്ലിയിൽ ദേശീയ പ്രസ്ഥാനത്തിന് സമ്മതിതരായ നേതൃത്വം അവഗണിച്ച, തള്ളിക്കളഞ്ഞ, രാജ്യം തള്ളിക്കളഞ്ഞ ചില പിന്തിരിപ്പൻ ആശയങ്ങളെ വീണ്ടും കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതുകൊണ്ട് ശക്തമായ സമരമല്ലാതെ മറ്റൊരു വഴിയും നമ്മുടെ മുമ്പിലില്ല. കേരളത്തിലെ യുവജന തെരുവിലാണ്. 240 കേന്ദ്രങ്ങളാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ, ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് വലിയ പ്രകടനം സമരസംഗമം നടക്കുന്നത്. കോന്നിയിലെ മാർച്ച് നോക്കിയാൽ കാണാം, നൂറുകണക്കിന് ആയിരക്കണക്കിന് യുവാക്കളാണ് ഒരു ബ്ലോക്ക് കേന്ദ്രത്തിൽ മാത്രം അണിനിരക്കുക എന്ന് പറഞ്ഞാൽ എത്രമാത്രം യുവജന ഡിവൈഎഫ്ഐയോടൊപ്പം നിൽക്കുന്നെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. യുവാക്കൾക്ക് തൊഴിൽ നൽകാമെന്ന് പറഞ്ഞ് നമ്മുടെ കേന്ദ്ര സർക്കാർ നമ്മളെ പലപ്പോഴും കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെതിരെ എന്ന് പറഞ്ഞാൽ നമ്മുടെ യുവാക്കൾക്ക് നല്ല ജോലി വേണം. വിദ്യാഭ്യാസം കഴിഞ്ഞ് നിൽക്കുന്ന ആളുകൾക്ക് ജോലി കൊടുക്കണം. അർഹതപ്പെട്ടവരിലേക്ക് ജോലി എത്തണം. കേന്ദ്ര സർക്കാരിൻ്റെ ജോലി വാഗ്ദാനം ചെയ്തിട്ട് തൊഴിൽ നൽകാത്തതിൽ പ്രതിഷേധിച്ച് രാജ്യത്താകമാനം ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിലെ കേന്ദ്ര ഭരണഭീകരത യുവജനങ്ങളിൽ ഏറ്റവും കൂടുതൽ വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടത്തിൽ തൊഴിലില്ലായ്മ പോലെയുള്ള വിഷയങ്ങൾ ആകമാനം ഇന്ത്യയിൽ അലയടിക്കുന്നൊരു ഘട്ടത്തിലാണ് ഡിവൈഎഫ്ഐ ഓണക്കൊരു സംഘടന ഇത്തരത്തിലേക്ക് തൊഴിലില്ലായ്മ ഓണക്കുള്ള വിഷയങ്ങൾ ഏറ്റെടുക്കപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലേക്ക് ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ വലിയ സമരപ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഇത്തരത്തിലുള്ള സമരത്തിന് സഫയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ മറ്റു സംഘടനകളാകമാനം ഒരു പൂർണ്ണമായ പിന്തുണ കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡിവൈഎഫ്ഐ ഇത്തരത്തിലൊരു സമരസംഘം സംഘടിപ്പിക്കുന്നത് ഈ രാജ്യം ഇന്ന് ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്ന ഏറ്റവും 2 വിഷയങ്ങളെ പ്രതിപാദിച്ചുകൊണ്ടാണ്. ഒന്ന്, ഈ രാജ്യം ഇന്ന് ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്നത് വർഗീയതയുമായി ബന്ധപ്പെട്ടാണ്. ഈ രാജ്യം ഭരിക്കുന്ന BJPയുടെ സർക്കാർ ഈ രാജ്യത്തെ മതനിരപേക്ഷതയാകമാനം തകർത്തുകൊണ്ട് വർഗീയതയെ മുന്നോട്ട് നയിച്ച് ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ ഫെഡറൽ സംവിധാനത്തെ ആകെ തകർക്കുവാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഡിവൈഎഫ്ഐ അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ സ്വാതന്ത്ര്യദിനത്തിൽ ഏറ്റവും വലിയ വർഗീയതയ്ക്കെതിരെയും അതുപോലെ ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് സമരസംഘം സംഘടിപ്പിക്കപ്പെടുന്നത്. മതേതരത്വം കാത്തുസൂക്ഷിക്കാൻ ആയിരക്കണക്കിന് യുവതയാണ് ഇന്ന് കേരളത്തിന്റെ തിരുവോരങ്ങളിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ അണിനിരുന്നത്. ക്യാമറമാൻ അഖിലേഷ് കുടുംബത്തോടൊപ്പം സുജു ടി ബാബു, ചാനൽ ന്യൂസ്, പത്തനംതിട്ട.